ഹൃദയത്തെ സംരക്ഷിക്കാം പൊന്നുപോലെ. തെറ്റായ ജീവിത രീതികളും ആഹാരക്രമവും മൂലം പല പ്രശ്നങ്ങളും നമ്മെ ബാധിക്കുന്നു. അതിൽ പ്രധാനമാണ് ഹൃദയാഘാതം. ആരോഗ്യമുള്ള ഹൃദയമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഹൃദയാഘാതം മൂലമുള്ള മരണനിരക്ക് ഇക്കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഹൃദയാരോഗ്യത്തിന് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വളരെ കരുതലെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിത രീതികളിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഇന്ന് കാണുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ദിവസവും 60 മിനിറ്റ് വ്യായാമം ചെയ്യുക. തുടർച്ചയായി 60 മിനിറ്റ് വ്യായാമം ചെയ്യാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കിട്ടുന്ന സമയം അത് ചെയ്യുക. സമയം കിട്ടുന്നില്ല എന്ന കാരണം പറഞ്ഞ് ഒരു ദിവസം പോലും വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കാൻ പാടില്ല. ദിവസവും 20 മിനിറ്റ് നടത്തത്തിന് മാറ്റിവെക്കുക. ദിവസവും ജിമ്മിൽ പോയി തന്നെ വ്യായാമം ചെയ്യണമെന്നില്ല. ദിവസവുമുള്ള നടത്തം, യോഗ, ധ്യാനം എന്നിവയിലൂടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാവുന്നതേയുള്ളൂ. ആരോഗ്യകരമായ ആഹാര ക്രമീകരണം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആഹാരത്തിൽ കൂടുതലായും പച്ചക്കറികൾ, ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ആഹാരത്തിൽ ഉൾക്കൊള്ളിക്കുക. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ആരോഗ്യത്തിൻ്റെ മാത്രമല്ല, ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തെയും ഇവയുടെ ഉപയോഗം ബാധിക്കുന്നു. ഇതിന് പരിഹാരമായി മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക എന്ന മാർഗം മാത്രമേ നിലവിലുള്ളൂ. മാനസിക പിരിമുറുക്കവും വിഷാദവും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സമയങ്ങളിലാണ് നാം കൂടുതലായും മദ്യത്തിനും മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെടുന്നത്. ഇതിൽ നിന്ന് രക്ഷ നേടാൻ യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുക. ഇതുകൂടാതെ വായനയും പാട്ട് കേൾക്കുന്നതും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും വിഷാദത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് സഹായിക്കുന്നു. അമിതവണ്ണവും ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. അമിതവണ്ണം അമിതഭാരം ഹൃദയത്തിന് കൊടുക്കുന്നു. ഇതുമൂലം സാധാരണയേക്കാളും വളരെ വേഗത്തിൽ ഹൃദയത്തിന് ജോലി ചെയ്യേണ്ടതായി വരുന്നു. ഇത് ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. എല്ലാ മാസവും വിശദമായ ഒരു ചെക്കപ്പ് നടത്തണം. ഇതുകൂടാതെ കുടുംബത്തിൽ ആർക്കെങ്കിലും ടൈപ്പ് 2 പ്രമേഹമോ ഹൃദ്രോഗമോ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം.